സിറ്റി കയറുന്നത്? നിനക്ക് ഇവിടുത്തെ ബേസിക് നിയമമെങ്കിലും അറിയോ? നീക്ക് എന്ത് കൊണക്കാനാ കയറുന്നേ? ഏടാ എന്ത് കൊണക്കാനാ നീ കയറുന്നേ? ബാക്കിയുള്ളവർ തന്തയ്ക്ക് തിളക്കി വിളിക്കാനാ? അതാണ് നീ കയറുന്നേ? ഏടാ അതിനാണ് കയറുന്നേ? പഠിപ്പിച്ചു നീ നിന്റെ വെല്ലനും കൊണ്ട് പഠിപ്പിച്ചോടാ. നീ നിന്റെ ഓജിയിലെ കുണ്ണകൾ കൊണ്ട് പഠിപ്പിച്ചോടാ. ഓജിയിലെ കുണ്ണകൾ കൊണ്ട് പഠിപ്പിച്ചോടാ. പുണ്ടച്ചി നീ നിന്റെ നീ ഊമ്പിയ സെർവറിൽ കളിക്കാൻ ഞാൻ ഇല്ലടാ മയിര്. ഒരു കുണ്ണ ഒരു നിയമം പാലിക്കത്തില്ല കുണ്ണ. നമുക്ക് മാത്രം ബാൻ അണ്ടി പിടിച്ച സെർവർ ഞാൻ ഇല്ല മയിര്. ഇറങ്ങി ഊറ്റിലെ കളി ഒരുത്തനും. ഞാൻ ഒരു കാര്യം സിമ്പിൾ ആയിട്ട് പറയാം. ഇവിടുത്തെ ഒരുത്തനും ഒരു നിയമം അനുസരിക്കാൻ പറ്റത്തില്ല. ഒരുത്തനും ടിവിയെ മാത്രം മൊത്തം നിയമം അനുസരിച്ച് കളിക്കണം. നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അപ്പോഴേ തിരിച്ച് ബാൻ. ഇന്നലെ ഈ പുണ്ടച്ചി സെർവറിൽ കിടന്ന് എന്ത് വിളിയാ വിളിച്ചതെന്നറിയോ? ഇന്നലെ നമ്മളെ തള്ളക്കും തന്തയ്ക്കും മറ്റേ അടുത്ത് എല്ലായിടത്തും വിളിച്ച്. ഈ കുണ്ണയ്ക്കൊന്നും ഒരു ബാനും ഇല്ല. അന്നേരം പറയാം ഫ്ലോ ആർപിന്ന്. നമുക്ക് മാത്രം എന്തെങ്കിലും ചെയ്താൽ ബാൻ ഇടുന്നെങ്കിൽ ബാൻ ഇട്ടിട്ട് ഈ അണ്ടി വിളിച്ച സെർവറിൽ കളിക്കാൻ ഞാൻ ഇല്ല. ഒരുത്തനും ആർപി എന്തോന്ന് കളിക്കാൻ പോലും അറിയത്തില്ല. മെസ്സഡിയാ 40 പേര് ഗണ്ണയും ചെയ്ത് വെച്ചിരിക്കുക. അവന്റെ മെസ്സഡി കേട്ടോ അവന്റെ കുണ്ണ പിടിച്ചവന്മാരൊക്കെ. ഇവന്മാരുടെ ഒന്നും കളിക്കാൻ ഞാനൊന്നും ഇല്ല പറിച്ച സെർവറിൽ. എന്നിട്ട് ഇപ്പൊ ഉണ്ടല്ലോ, ഞാൻ സിമ്പിൾ ആയിട്ട് നിങ്ങളുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇതിപ്പോ FRP റിപ്പോർട്ട് ആയാൽ ആദ്യം എനിക്ക് ബാൻ ഇടും 15 ദിവസം. എന്നിട്ടേ ഉള്ളൂ ഈ കുണ്ണത്തരം കാണിച്ചവന് ബാൻ ഇടണമെങ്കിൽ നമ്മൾ VC പോയിരുന്നു തെണ്ടണം. VC പോയിരുന്നു. ഹലോ കേക്കാ? ഹലോ എനിക്ക് ഈ കുണ്ണകളുടെ ഒന്നും കൂടെ കളിക്കാൻ പറ്റത്തില്ലടാ. ഇവനൊക്കെ മറ്റേ ഹോസ്റ്റേജ് ആയിട്ടിരിക്കുമ്പോ എന്ത് ഇത്ര മെസ്സടി. നമ്മൾ ഹോസ്റ്റേജ് ആകുമ്പോ ഞാൻ എന്നെ ഹോസ്റ്റേജ് ആക്കുമ്പോ ഞാൻ ഇങ്ങനെയാണോ നിൽക്കുന്നേ? എനിക്ക് പറ്റൂല എനിക്കിങ്ങനെ കളിക്കാൻ പറ്റൂല. എനിക്ക് പോയി FRPക്ക് ഇരുന്ന് തെണ്ടാനൊന്നും വയ്യ. ഇന്ന് വൈകുന്നേരം തൊട്ട് ഞാനിത് സംസാരിച്ചോണ്ടിരിക്കുക. ഇന്ന് വൈകുന്നേരം തൊട്ട് ഞാൻ മൈൻഡ് ഫക്ക് ആയതിന്റെ മെയിൻ റീസൺ അതാണ്. പറയാതിരിക്കാൻ വയ്യ. ഇന്നലെ സെർവറെ സംസാരിക്കാൻ പോയിട്ട് ഒരുത്തനും സംസാരിക്കാൻ പോലും വന്നില്ല. ഒരുത്തനും ഇങ്ങനെ കളിക്കാൻ വയ്യ. ഇങ്ങനെ കളിക്കാൻ താല്പര്യമില്ല. അറ്റ്ലീസ്റ്റ് ഒരു റൂള് സ്റ്റേണായിട്ട് ഇടാൻ അണ്ടിക്ക് ഉറപ്പുള്ളവന്മാരൊക്കെ ഇതായോ. അല്ലാതെ ചുമ്മാ ഒരു ദിവസം വന്നിട്ട് ഒരു റെയ്ഡ് താ എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവന്മാർക്ക് മെസ്സേജ് അയച്ച് മൂഞ്ചാനല്ലാതെ നിനക്ക് വേണ്ട. ഞാൻ പറഞ്ഞിട്ട് എന്നെ കണ്ണെടുത്ത കണ്ടുകൂടാ അവന്. പക്ഷെ എന്റെ റെയ്ഡ് വേണം. എന്റെ ചാനലിൽ നിന്ന് റെയ്ഡ് കിട്ടണം കറക്റ്റായിട്ട്. ഞാനുമായിട്ട് ക്ലോസ് കോണ്ടാക്ട് ഉള്ള നമ്മുടെ ചാറ്റിലൊക്കെ വരുന്ന പിള്ളേരെടുത്ത് പോയിട്ട് ഇരക്കും. എടാ ഈഗിളിനോട് പറഞ്ഞ് റെയ്ഡ് സെറ്റാക്കി തരണേ. പോയി പറഞ്ഞാൽ കൂടി പോവട്ടാ. ഞാൻ ഒന്നാം നല്ല ട്രിഗർ ആയിട്ടിരിക്കുവോ ഞാൻ ബ്രോ. ഭയങ്കര ഇതാണ് എനിക്കിത് ഇത് പറ്റണില്ല. പറഞ്ഞോക്കി ഇല്ല ഒന്നുമില്ല ജോക്കി. ഇവന്മാരുടെ കൂടെ കളിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. സെർവറിലൊരു പ്രോപ്പർ റൂൾ ഇടാതെ ഒന്നും കളിച്ചിട്ട് കാര്യമില്ല ജോക്കി. ഹോസ്റ്റേജ് വന്ന് 10 പേര് ഗൺ പോയിന്റിൽ നിൽക്കുമ്പോ മെസ്സഡിയാ. ആർപി ഇവനൊക്കെ എന്തോ കണ്ടിട്ടുള്ളത്. ഇവനൊക്കെ മറ്റേ ഇങ്ങനെ ഇരുന്ന് അത് കഴിവാനും നമുക്ക് പറ്റത്തില്ല. അവന്റെ അച്ഛന്റെ അണ്ടി. ഞാൻ ഇനി അതിന് മറ്റേ ഒത്താശ ഒന്ന് ഞാൻ മറ്റേ അവന്റെ അടുത്ത് എടാ എന്റെ കക്കൂസ് ഒന്ന് കഴിവോ ഞാൻ റിക്വസ്റ്റ് ചെയ്യാം. കുറെ കൊച്ചുമുണ്ടാൾ PC ഇൻസ്റ്റാൾ ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട് വെടിവെക്കാൻ വേണ്ടി മാത്രം. സംസാരിക്കാൻ എന്തുവാ അല്ലെ സംസാരിച്ച് നിൽക്കുന്ന എന്തുവാ ഒന്നും അറിയത്തില്ല. വെടിവെച്ചാൽ മതി. സിറ്റി കയറുക ഗണ്ണെടുക്കുക വെടിവെക്കുക. ഇതാണ് ഇവന്മാർക്ക് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കാണിക്കാനുള്ള ഒരൊറ്റ കാര്യം. അവന്മാർക്ക് വല്ല പബ്ജിയോ വല്ല വാലറിന്റോ വല്ല പോയി ഗ്രൈൻഡ് ചെയ്യും. നിനക്കൊക്കെ വെടിവെക്ക് കളിച്ച് കളിക്കണമെങ്കിൽ സിറ്റി കയറുക വെടിവെക്കുക. ഇത് മാത്രമേ ഉള്ളൂ ജോക്കി. സംസാരമില്ല. സംസാരിക്കാൻ പറ്റത്തില്ല. മെസ്സടിക്ക് മാത്രമാണ് സംസാരം. എന്ത് ഗൈസ് നിങ്ങളൊക്കെ കാണുന്നതല്ലേ ഇത്? നിങ്ങൾ കാണുന്നതല്ലേ? നിങ്ങൾ തന്നെ പറ. ഇതല്ല ഇവന്മാര് ചെയ്യണേ. എന്നിട്ട് ഇപ്പൊ നിങ്ങൾ കണ്ടോണം. ഇപ്പൊ എനിക്കെതിരെ FRP ഇട്ടിട്ടുണ്ടാവും. അവിടെ FRP ഓൾറെഡി വലിച്ചിട്ടുണ്ടാവും. ആക്ഷൻ, ഇമ്മീഡിയറ്റ് ആക്ഷൻ അടിച്ചു കിട്ടി. പരുന്തു വാസു അബ്യൂസീവ് ലാംഗ്വേജ് 15 ദിവസം ബാൻ ഇട്ടാണ്. അതല്ല അങ്ങനെ ചെയ്യുള്ളൂ. എന്നിട്ട് ഞാൻ പോയി ചോദിക്കും ബ്രോ അവൻ കാണിച്ചത് FRP അല്ലേ? അയ്യോ അത് നമ്മൾ ടിക്കറ്റ് ഇട്ടിട്ടുണ്ട്. ടിക്കറ്റിന് കൊറിയർ വഴി അവന്റെ അണ്ണാക്കിലൂടെ വന്ന് ചന്തി കൂടെ ഇറങ്ങണം. എന്നാലേ ആക്ഷൻ എടുക്കാൻ പറ്റുള്ളൂ എന്ന് പറയും ജോക്കി. ഇതൊക്കെയാണ് റീസൺ. ഞാൻ പറഞ്ഞു അടുത്ത് ജോക്കി. എന്നെ എപ്പോഴെങ്കിലും ഈ സർഗരാജ് എന്ന് പറയുന്ന സെർവറിൽ ഇത്ര ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് കണ്ടിട്ടുണ്ടോ ജോക്കി? ഞാൻ 10 ദിവസമായിട്ട് ഇതിന്റെ പുറകെ ഇരിക്കുക. എനിക്ക് അത്ര വിഷമമുണ്ട് സീരിയസ് ആയിട്ട്. ഇന്നലെ പോയിട്ട് പോലും ഒരുത്തനോട് മൈൻഡ് പോലും ചെയ്തില്ല. എന്നിട്ട്
എന്നിട്ടേ ജോക്കി ഈ സിറ്റിയിലൊരു ഇതിനകത്തൊരു മെയിൻ ഗുണ പറഞ്ഞ ഒരു കാര്യമുണ്ട് ജോക്കി. അവൻ എന്റെ മുമ്പിൽ വെച്ച് പറയാൻ പറയണ ജോക്കി, ഈ സെർവർ നമുക്ക് വേണ്ടി തുടങ്ങിയതാണെന്ന് പറഞ്ഞിട്ട് ജോക്കി, നമുക്ക് വേണ്ടി തുടങ്ങിയതാ അതാ ഇതാന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഈ ഇടയ്ക്ക് നമ്മുടെ ഒരു പയ്യൻ അവൻ്റെ അടുത്ത് സംസാരിച്ചപ്പോൾ അവൻ പറയാന്നേ, TV വരുന്നതിന് മുമ്പ് സ്വർഗരാജ്യത്ത് 150, 200 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നെന്ന്. അല്ലല്ല 150 TV വരുന്നതിന് മുമ്പേ ഉണ്ടായിരുന്നെന്ന് സ്വർഗരാജ്യത്തില്. സ്വർഗരാജ്യത്തില് 150 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. TV വന്നിട്ട് നമുക്ക് അങ്ങനെ വലിയ ചേഞ്ച് ഒന്നും വന്നിട്ടില്ലേ. ആ ചോദ്യം കേൾക്കണം. പോടാ നീ എന്തിനു പറയുന്നു? TV വരുന്നതിന് മുമ്പ് ഇവിടെ പ്ലെയർ ബേസ് ഉണ്ടായിരുന്നു. 150, 200 പ്ലേയേഴ്സ് ഉണ്ടായിരുന്നു. 200 പ്ലേയേഴ്സ്. എന്നിട്ട് അവനിപ്പൊ പുച്ഛം കണ്ട മറ്റേ R34 കുണ്ണുകളുടെ ഒക്കെ കൂടെ VC-യിൽ ഇരുന്ന് ബ്രെയിൻ വാഷ്ഡ് ആയിട്ട് നമ്മുടെ മണ്ടയ്ക്കോട്ടങ്ങ് ഉണ്ടാക്കാൻ വരുന്നത്. ഇപ്പൊ കേറിയ ഏതെങ്കിലും അഡ്മിൻ വന്നിട്ട് എന്റെ അടുത്ത് എന്തെങ്കിലും പറയട്ടെ ജോക്കി, അന്നേരം ഞാൻ ബാക്കി അവനോട് സംസാരിച്ചോളാം. ഓരോ ദിവസം ഓരോ റൂൾ ഇടുന്നു. അല്ല ഓരോ ദിവസം ജോക്കി ഓരോ റൂള്. ഇത് എങ്ങനെ കളിക്കാനാ ഇവിടെ ജോക്കി? എന്നിട്ട് ജോക്കി അല്ലാതെ സീൻ പറഞ്ഞുതരാം ജോക്കി. നമ്മൾ എന്തെങ്കിലും കാര്യത്തിന് ഒരു സിറ്റുവേഷനിൽ കണ്ടോണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന്റെ അടുത്ത് ജോക്കി ചോദിച്ചു നോക്ക്. നമ്മൾ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ നമ്മൾ അവിടെ ചെന്ന് ചോദിക്കുക, ബ്രോ ഇതല്ലേ ഇത്? ഞാൻ പറഞ്ഞ ബ്രോ നമുക്ക് ഇതിനകത്ത് ഇടപെടാൻ പറ്റത്തില്ല, ഫ്ലോ RP ആണ് എന്ന് പറയും. എന്നിട്ട് നമ്മൾ ഓക്കെ ശരി അപ്പൊ ഫ്ലോ RP അങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. നമ്മൾ അടുത്ത സിറ്റുവേഷൻ ട്രിഗർ ആയിട്ട് നമ്മൾ അവിടെ പോയി ചോദിക്കുക, ബ്രോ നമ്മുടെ സിറ്റുവേഷനിൽ ഫ്ലോ RP എന്ന് വിചാരിച്ച് നമ്മൾ ആ സെയിം സാധനം ചെയ്യുമെന്ന് വിചാരിച്ച ജോക്കി. അപ്പൊ നേരെ വന്നിട്ട് പറയും ഫ്ലോ RP അല്ല സ്പോട്ട് ആക്ഷൻ ആണ് കഴിഞ്ഞു. എന്നിട്ട് പറയും റൂൾ ചേഞ്ച് ചെയ്ത് നോക്കുമ്പോ 2 ദിവസം മുമ്പ് എഡിറ്റഡ്. എന്റെ മാനക്ക് ഇന്നലെ കഴിഞ്ഞുള്ളൂ സ്പോട്ട് ആക്ഷൻ പോകാനുള്ള പ്ലാൻ ഇട്ടത്. ഇപ്പൊ സ്പോട്ട് ആക്ഷനെ ഇല്ല പറയുന്നു. ജോക്കി ഇവന് സ്പോട്ട് ആക്ഷൻ കൊടുത്ത ഇന്നലെ ഒരുത്തൻ R34 ഒരുത്തൻ നിന്ന് പച്ചക്ക് തെറി വിളിച്ചപ്പോ ചാറ്റിൽ അഡ്മിന്റെ ചാറ്റിൽ സ്പാം ചെയ്ത് എന്തുകൊണ്ട് സ്പോട്ട് ആക്ഷൻ കൊടുക്കണ്ടേ? എന്നാൽ പറയാ FRP ടീം പറഞ്ഞിട്ടുണ്ട് സ്പോട്ട് ആക്ഷൻ കൊടുക്കണ്ടെന്ന്. ഇന്നലത്തെ അലീമയുടെ ലൈവിലുണ്ട് FRP ടീം പറഞ്ഞിട്ടുണ്ട് സ്പോട്ട് ആക്ഷൻ കൊടുക്കണ്ട ഫ്ലോ RP ആണെന്ന്. അതെന്ന് വന്നു പുതിയ റൂള്. റൂള് ഇടയ്ക്കിടയ്ക്ക് ഓരോ ദിവസവും മാറണം. ഇത് OC പറഞ്ഞ അവന് 15 ദിവസമേ ഉള്ളൂ. ബാറ്റിനടിച്ചൊന്നും എനിക്ക് അതാണ് കോമഡി. അത് ചോദിച്ചപ്പോ പറയാൻ ഡിഫെൻഡ് ചെയ്യുന്നു. ഓൾറെഡി ഇവിടെ ഇന്നലെ സ്റ്റീവന്റെ കാര്യം സ്നൈപ്പിന്റെ കാര്യം സംസാരിക്കാം. അവനെ IRL OC പറഞ്ഞ് കളിയാക്കിയവന് എത്ര ദിവസം ബാൻ കൊടുത്തടാ? 15 ദിവസം. 15 ദിവസം. നിനക്ക് 15 ദിവസം അത് 15 ദിവസം IV പറഞ്ഞോണ്ട് 15 ദിവസം. എനിക്ക് ബാറ്റിന് അടിച്ചു വന്നതിന് 14. പിന്നെ ഏതോ കില്ലോഗ് മിസ്സിംഗ് ആണെന്ന് പറഞ്ഞു. കില്ലോഗ് മിസ്സിംഗ് ആണ് വാസോണ. ഒരു ടിക്കറ്റ് അടിച്ചില്ല, അത് കാണാനില്ല അന്ന് കില്ലോഗ്. അത് നമ്മളുണ്ട് കളഞ്ഞതാ. അവരെ മിസ്റ്റേക്ക് അല്ലേ ഇത്? ഇല്ലടാ ഇവന്മാർ ഈ OG കുണ്ണകളുടെ അടുത്തൊന്നും സിറ്റുവേഷൻ എടുക്കണ്ട. ഇവനൊക്കെ RP എന്തോന്ന് ആദ്യം പോയി പഠിച്ചിട്ട് വരാൻ പറ. എങ്ങനെ ഹോസ്റ്റേജ് നിക്കണമെന്ന് പോലും അറിയത്തില്ല. അറ്റ്ലീസ്റ്റ് കോണ അടിക്കുന്നതിന് കുഴപ്പമില്ല. എന്തിനാ പറയുന്നത്? അല്ല എടാ കൊണ അടിക്കാൻ പാടില്ല ബാല. കൊണ